ഒന്നാമത്തെ പാഠം, ജനങ്ങൾ എല്ലാവരേക്കാളും വലുതാണെന്ന പാഠമാണ്. ആരെക്കാളും വലിയവർ ജനങ്ങളാണ്. പാർട്ടികളേക്കാൾ, നേതാക്കന്മാരെക്കാൾ, പദവികളേക്കാളെല്ലാം വലിയവർ ജനങ്ങളാണ്. ആ വലിയവരായ ജനങ്ങൾക്ക് മുമ്പിൽ സ്വന്തം സ്ഥാനം താഴെയാണ്, കീഴെയാണ് എന്ന് ബോധ്യപ്പെടലാണ് പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യമെന്ന് നമ്മളെല്ലാം തിരിച്ചറിയണമെന്ന് ഈ ദിനങ്ങൾ എല്ലാ ഇടതുപക്ഷക്കാരെയും അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുകയും വേണം. ആ പാഠങ്ങൾ പഠിക്കാൻ CPI ശ്രമിക്കും. ആ ശ്രമത്തിൽ CPIക്ക് PKBയുടെ ജീവിതവും സ്മരണകളും എല്ലാം വഴി കാണിക്കുമെന്ന് ഉറപ്പായി ഞാൻ പറയുന്നു. അതോടൊപ്പം ഇന്നത്തെ ഇന്ത്യ ആദരവോടെ കാണുന്ന ആ തലമുറയെപ്പറ്റിയും ഒരു വാക്ക് പറയേണ്ടതുണ്ട്. PKB ആ തലമുറയെ മാനിച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു. തന്നേക്കാൾ പ്രായം കുറഞ്ഞവരായിരുന്നു ഞങ്ങളെല്ലാമെന്ന് PKBക്ക് അറിയാമായിരുന്നു. പാർട്ടി കമ്മിറ്റികളിൽ PKB എപ്പോഴും കാണിച്ചിട്ടുള്ള ഒരു മര്യാദ അതോർക്കാതിരിക്കാനാകുന്നില്ല. PKBയും എമ്മനും അച്യുതമേനോനും അടക്കമുള്ള TV തോമസ് അടക്കമുള്ള നേതാക്കന്മാരുള്ള കമ്മിറ്റിയിൽ ചില ആളുകൾ ഞങ്ങളുണ്ടായിരുന്നു, ചെറിയ ചെറിയ ആളുകളായിട്ട്. ആ കമ്മിറ്റിയിൽ ഞങ്ങളെല്ലാം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ, ചിലപ്പോൾ ശാസിക്കും ഞങ്ങളെ, വിമർശിക്കും ഞങ്ങളെ. അതെല്ലാം ഉണ്ടാകുമ്പോഴും നിറയെ സ്നേഹിക്കുമായിരുന്നു. ആ സ്നേഹത്തോടു കൂടി കാണുവാനും കേൾക്കുവാനും എല്ലാം കാണിച്ച PKBയുടെ ആ നന്മ നിറഞ്ഞ മനസ്സിനെപ്പറ്റി പറയുമ്പോൾ ചിലപ്പോൾ വികാരം കൊണ്ട് വാക്കുകൾക്ക് ഒരു ഭംഗം വന്നു പോയേക്കാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത്രയേറെ നിറഞ്ഞ സ്നേഹമായിരുന്നു PKB പിൻതലമുറയ്ക്കെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആ തലമുറയുടെ പിൻതലമുറയുടെ ശബ്ദം ഇന്ത്യ വീണ്ടും കേൾക്കുകയാണ് ഇപ്പോൾ. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എവിടെയും തോൽക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞ ആളായിരുന്നു മോദി. 56 ഇഞ്ചാണ് നെഞ്ചളവ്. നാക്കാണെങ്കിൽ ഭയങ്കര നാക്ക്. എല്ലാവരെയും ചവിട്ടി മതിക്കാൻ പോകുന്ന ആൾ. ആ മോദിയെ തോൽപ്പിക്കാൻ ആർക്ക് പറ്റും? ഈ ചോദ്യം ഇന്ത്യ കുറേ കേട്ടു. നാം കണ്ടു കഴിഞ്ഞു. ആ മോദിയെ തോൽപ്പിക്കാൻ പറ്റും. വിദ്യാർത്ഥികൾ കൂട്ടായി ശ്രമിച്ചപ്പോൾ, തീരുമാനിച്ചപ്പോൾ ആ മോദിക്ക് മുട്ടുകുത്തേണ്ടി വന്നു. ആ സമരം ജയിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് ആർക്കും മടിയില്ല. അതിൻ്റെ പാഠങ്ങൾ നമ്മളെല്ലാവരും പഠിക്കണം. എന്ന് പറഞ്ഞാൽ ആ CJPക്ക് പ്രത്യയശാസ്ത്രമുണ്ടോ, രാഷ്ട്രീയമുണ്ടോ? ചോദ്യങ്ങളെല്ലാം ഒരുപാടുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് സമരബോധമുണ്ട്. അവർക്ക് സമരത്തിൻ്റെ ലക്ഷ്യങ്ങളെപ്പറ്റി ബോധ്യമുണ്ട്. ചിലപ്പോൾ അവർ നമുക്ക് സമരത്തിൻ്റെ രൂപങ്ങളെപ്പറ്റിയും പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടും ചോദിച്ചിട്ടുണ്ട്, ഫോംസ് ഓഫ് സ്ട്രഗിൾ എന്താകണമെന്ന്. എന്താകണം സമരരൂപങ്ങൾ? ഒരു രൂപം അവർ കാണിച്ചു തന്നു. ലാത്തിയുമായി മർദ്ദിക്കാൻ വേണ്ടി പാഞ്ഞെടുക്കുന്ന പോലീസിന് മുമ്പിൽ ആ വിദ്യാർത്ഥികൾ നിന്നത് പെട്ടെന്ന് നിമിഷനേരം കൊണ്ട് അറ്റൻഷനായിട്ട് നിന്നു. നിമിഷം കൊണ്ട് സ്റ്റഡിയായിട്ട് നിന്നു അവർ. എന്നിട്ട് ഒന്നിച്ചു പാടി, ജനഗണമന പാടി. അപ്പുറത്ത് അടിക്കാൻ വരുന്ന പോലീസ് പിന്തിരിഞ്ഞോടാതെ, ഭീരുക്കളാകാതെ, നട്ടെല്ല് വിളയ്ക്കാതെ നിന്നുകൊണ്ട്, അറ്റൻഷൻ നിന്നുകൊണ്ട് അവർ ജനഗണമന പാടിയപ്പോൾ അടിക്കാൻ വന്ന പോലീസിന് അടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ തലമുറയെ കേൾക്കണം, അവരെ പഠിക്കണം. പഠിപ്പിച്ച പാഠങ്ങളെപ്പറ്റി നാം തീർച്ചയായിട്ടും ഉരുവിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് ആ സമരത്തിൻ്റെ ഒരു പാഠമെന്ന് പൊതുവെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വിലപ്പെട്ട പലതുമുണ്ട്. കോക്രോച്ച് എന്ന വാക്ക് ഒരു പരിഹാസ വാക്കായിരുന്നു പണ്ടല്ല. വെറും കൂറകൾ. അത് വെറും കൂറയല്ല. പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഒരു പഴയ ചിത്രം കടന്നു വരുന്നു. അതിൻ്റെ പേര്, ചെറിയ സിനിമയാണത്. 80കളിൽ ലോകമാകെ യുദ്ധത്തിൻ്റെ കെടുതിയിൽപ്പെട്ട് അമർന്ന കാലത്ത് യൂറോപ്പിലെയും ലോകത്തിലെയും സമാധാന പ്രസ്ഥാനം കൊണ്ടാടിയ ചിത്രമായിരുന്നു. അതിൻ്റെ പേര് ദ ഡേ ആഫ്റ്റർ എന്നായിരുന്നു. ദ ഡേ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ഒരു യുദ്ധമുണ്ടാകുന്നു, ന്യൂക്ലിയർ വാർ. ആ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ പിറ്റേന്ന് എങ്ങനെ ഇരിക്കും?
അമേരിക്കയിലെ ABC, അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ നിർമ്മിച്ച ചിത്രം, ആ കഥയാണ് പറഞ്ഞത്. ചെറിയ ചിത്രമാണ്, 45 മിനിറ്റേ ഉള്ളൂ. ആ കഥയാണ് ചിത്രം പറഞ്ഞത്. യുദ്ധമുണ്ടായി, എല്ലാം താറുമാറായി, മഹാസൗധങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു, എടുപ്പുകളെല്ലാം ഓർമ്മയായി മാറി, പൂന്തോട്ടങ്ങളെല്ലാം ചാമ്പലായിപ്പോയി, എല്ലാം തകർന്നു പോകുന്നു. മനുഷ്യർ വീണ്ടും വീണ്ടും മരിച്ചു വീഴുന്നു. അപ്പോൾ തന്നെ മരിച്ചവർ പതുക്കെ പതുക്കെ മരിക്കുന്നവർ. അങ്ങനെ നാശം മാത്രമാണ് ആ പിറ്റേന്ന് ആ നാട് കാണുന്നത്. അവിടെ 2 പേർ തമ്മിൽ സംസാരിക്കുകയാണ്. നാശത്തെപ്പറ്റി മാത്രം, ചർച്ചാ വിഷയം മരണത്തെപ്പറ്റി മാത്രം. അപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഒരു പാറ്റ അതിലെ പോകുന്നു. പാറ്റ, ആ പാറ്റയെ പറ്റി ഒരാൾ പറഞ്ഞു, ഒരു പാറ്റ പോകുന്നുവെന്ന്. പുച്ഛമായിരുന്നു ആ സ്വരത്തിൽ, അവഹേളനം. മറ്റേയാൾ പറഞ്ഞു, പാറ്റകളെ നോക്കി പുച്ഛിക്കാതിരിക്കൂ എന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട്. ഒരു ന്യൂക്ലിയർ വാറിൻ്റെ ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള ജീവജാലങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ളത് അന്നും ഇന്നും പാറ്റകളാണ്. അതുകൊണ്ട് പാറ്റകളെ പുച്ഛിക്കരുത്. പാറ്റകളെ പുച്ഛത്തോടെ കാണാൻ ശ്രമിച്ചാലോട് ആ ആൾ പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിലേക്ക് ഈ ദിനങ്ങളിൽ പലവട്ടം കടന്നു വന്നിട്ടുണ്ട്. എല്ലാം തികഞ്ഞുവെന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ നാം പലതിനെയും പുച്ഛിക്കുമ്പോൾ പുച്ഛിക്കേണ്ടതല്ല അവയെന്ന് അറിയുവാൻ നമുക്ക് കാലമായി ഒന്നുകൂടി ഈ ദിനങ്ങൾ പറയുന്നുണ്ട്. PKV അങ്ങനെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട്, പ്രജ്ഞയെ തുറന്നു വെച്ചുകൊണ്ട് കാണാനും കേൾക്കാനും പഠിക്കാനും പഠിപ്പിക്കാൻ തയ്യാറായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മളെല്ലാവരെയും വരും ദിനങ്ങളിലെയും വരും കാലങ്ങളിലെയും ഓരോ രാഷ്ട്രീയ മുഹൂർത്തങ്ങളിലും മുന്നോട്ട് പോകാൻ വഴി കാണിക്കട്ടെ എന്ന് നമുക്കെല്ലാം കൂട്ടായിട്ട് ആഗ്രഹിക്കാം. സഹോദരൻ PKVയുടെ ആ വഴി നന്മയുടേതാണ്, സത്യത്തിൻ്റേതാണ്, തെളിവയാർന്ന ഒന്നാണ്. ആ വഴിയിലൂടെ നാം മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പിടിച്ച കൊടിക്ക് താഴെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെല്ലാം കുതിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ സഹോദരൻ PKVയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരവോടുകൂടി ചുരുട്ടിയ മുട്ടുകളുമായി തലകുനിച്ചു പിടിക്കുന്നു. സഹാക്കളെ മുന്നോട്ട്.